വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിത മേഖലകൾ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ളത് അതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ അനുഗമിക്കും. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിലും വയനാടിനായി പ്രത്യേക പാക്കേജിലും പ്രധാനമന്ത്രിയുടെ നിലപാട് കാത്തിരിക്കുകയാണ് കേരളം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി സുരക്ഷാ കാരണങ്ങളാൽ ഇന്ന് തെരച്ചിൽ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായി നമ്മുടെയൊക്കെ മനസ്സിനെ ഏറെ അലട്ടുകയും അതുപോലെ തന്നെ ഏറെ ദുഃഖത്തിലാക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം ഇപ്പോഴും അതിൻ്റെ അലയലുകൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് തീരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. ഊർജിതമായി തന്നെ അതിൻ്റെ നടപടികൾ മുൻപോട്ട് പോകുന്നുണ്ട്. അത് അവസാനിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ, പ്രതീക്ഷയുള്ള വാർത്തകൾ ലഭിക്കുമോ എന്നുള്ള ആ ഒരു നിമിഷങ്ങൾ കാത്തു തന്നെ മുൻപോട്ട് പോകുന്ന ദിവസങ്ങളായിരുന്നു നമ്മളൊക്കെ കണ്ടത്. ഇപ്പോഴും തെരച്ചിൽ നടപടികൾ പല രീതിയിൽ പല സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. ദുരന്തം ഏറെ ബാധിച്ച മേഖലകളിലൊക്കെ ശക്തമായി തന്നെ എല്ലാ രീതിയിലും സംഘങ്ങളായി തിരിഞ്ഞു തന്നെ ആ തെരച്ചിൽ നടപടികൾ മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുന്നതിനാൽ തന്നെ തെരച്ചിൽ നടപടികൾ ഉണ്ടാകില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. അവിടെ സുരക്ഷാ കാരണങ്ങളാണ് പ്രധാന പ്രശ്നമായി ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ തെരച്ചിൽ നടപടികൾ ഇല്ല എന്ന് തീരുമാനിക്കേണ്ടി വന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം രാവിലെ 11 മണിയോടുകൂടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ അദ്ദേഹം സന്ദർശനം നടത്തും. ഹെലികോപ്റ്റർ മാർഗം കാര്യങ്ങൾ നിരീക്ഷിക്കുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടാകും. അദ്ദേഹത്തെ അനുഗമിക്കും. ഏറ്റവും പ്രധാനം കേരളത്തെ സംബന്ധിച്ച് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള കാര്യമാണ്. അതിൽ എന്ത് നിലപാട് കേന്ദ്രം എടുക്കും എന്നാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. ആ തീരുമാനം എങ്ങനെ ഉണ്ടാകും, അതിലുള്ള നീക്കം എങ്ങനെ ഉണ്ടാകും എന്നൊക്കെയുള്ള ഒരു കാത്തിരിപ്പ് നമുക്കൊക്കെ ഉണ്ട്. ഇന്ന് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം അതിന് വഴിവെക്കുമോ എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ സ്വാലിഹ് അവിടെ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാലിഹ്, ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഇതിന്റെ ക്രമീകരണം, ആ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമൊക്കെ എങ്ങനെയാണ്? പ്രിയ, പ്രധാനമന്ത്രി ദുരന്ത മേഖല കണ്ട ശേഷം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ കാണും. അതോടൊപ്പം തന്നെ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇന്ന് ചൂരൽമലയുള്ളത്. രാവിലെ 11:30 കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രിയെ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്നാണ് സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രി അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹെലികോപ്റ്ററിലാണ് പിന്നീട് കൽപ്പറ്റയിലേക്ക് അദ്ദേഹം എത്തുന്നത്. അവിടെ നിന്ന് ഉരുൾപൊട്ടലുണ്ടായ ഈ പ്രദേശങ്ങൾ ആകാശ നിരീക്ഷണം നടത്തും. റോഡ് മാർഗം എത്തുന്ന മോദി ബെയിലി പാലം, സൈന്യം നിർമ്മിച്ച ബെയിലി പാലം സന്ദർശിക്കും. ബെയിലി പാലം സന്ദർശിക്കും. ചൂരൽമലയ്ക്ക് പുറമെ വെള്ളാർമല സ്കൂൾ ഭാഗവും മുണ്ടക്കൈ മേഖലയും മോദി ഇത്തരത്തിൽ നിരീക്ഷണം നടത്തും. നേരിട്ട് കണ്ടേക്കും. രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായ സേനാ വിഭാഗങ്ങളുമായും നാട്ടുകാരുമായും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഈ ദുരന്തം അനാഥമാക്കിയ അവന്തിക എന്ന കുട്ടിയെ അദ്ദേഹം 3ാം ക്ലാസ്സുകാരിയാണ്, നേരിട്ട് കാണുന്നുണ്ട്. മേപ്പാടി സ്വകാര്യ ആശുപത്രിയിലും പ്രധാനമന്ത്രിയുടെ സന്ദർശനമുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. സന്ദർശനത്തിന് മുന്നോടിയായി വലിയ സുരക്ഷ ഈ പ്രദേശത്ത് ശക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നഗരത്തിലുൾപ്പെടെ, കൽപ്പറ്റ നഗരത്തിലും മേപ്പാടിയിലും ഉൾപ്പെടെ ഗതാഗത നിയന്ത്രണവും മറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ സുരക്ഷാ വലയത്തിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഇത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്നൊക്കെ ഉറ്റുനോക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു വ്യാപ്തി നേരിട്ട് പ്രധാനമന്ത്രി മനസ്സിലാക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. പ്രിയ, സ്വാലിഹ്, ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്ക് അതാണ് ഏറെ പ്രധാനത്തോടെ കാത്തിരിക്കേണ്ട വിഷയം എന്ന് പറയുന്നതും. അതിലുള്ള നീക്കങ്ങൾ, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏറെ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു കേന്ദ്രത്തിന്റെ സമീപനം, പ്രധാനമന്ത്രി അവിടെ സന്ദർശനം നടത്തുന്ന കാര്യങ്ങൾ, അതിനുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് സർക്കാരും ജില്ലാ ഭരണകൂടവും ഒക്കെ ഏത് രീതിയിലാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്?
ഇക്കാര്യത്തിൽ കേന്ദ്ര സംഘത്തിന് തന്നെ ഈ ദുരന്തം ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി നേരിട്ട് കണ്ട് ബോധ്യമായതാണ്. സർക്കാർ ഇത് ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശന സമയത്ത് ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്താനായിരിക്കും കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് എന്നാണ് അനുമാനിക്കുന്നത്. കാരണം അല്ലാതെ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് മറ്റൊരു തടസ്സവും നിലവിൽ ഉദ്യോഗസ്ഥരാരും തന്നെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഒന്നും തന്നെ കാണുന്നില്ല. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം നേരിട്ട് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തിയെന്നാണ് കേന്ദ്രമന്ത്രിമാർ തന്നെ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ സന്ദർശനത്തിൽ ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനമുണ്ടാവുമെന്ന് നമുക്ക് കരുതാം. കലക്ട്രേറ്റിലാണ് ഇതുമായി ബന്ധപ്പെട്ട യോഗം, ഈ സന്ദർശനങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ യോഗം നടക്കുന്നത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് വാർത്താ ഏജൻസിയോട് സംസാരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട മറ്റു ക്രമീകരണങ്ങളുമായും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നിലവിൽ തന്നെ സർക്കാർ കടന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ക്യാമ്പിലുള്ളവരെ മാറി താമസിപ്പിക്കുന്നതിന് സർക്കാർ ഇടമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊതു ഇടമോ കണ്ടെത്തുന്നതിന് കലക്ടറിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ലഭിക്കുന്നതിനനുസരിച്ച് ഇവർക്ക് വാടക നിശ്ചയിച്ച് ഈ താമസ സ്ഥലം സർക്കാർ തന്നെ ലഭ്യമാക്കും. നിലവിൽ മാറി താമസിക്കുന്നവർക്ക് ഒരു കുടുംബത്തിന്, ഒരു വ്യക്തിക്ക് 300 രൂപ വീതം അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഒരു കുടുംബത്തിലെ 2 പേർക്കാണ് ലഭിക്കുക. ഏതെങ്കിലും തരത്തിൽ ദീർഘനാളായി കിടപ്പ് രോഗികളോ മറ്റോ ഉള്ള കുടുംബത്തിന് 3 പേർക്ക് ഇത്തരത്തിൽ സർക്കാരിൻ്റെ ധനസഹായം ലഭിക്കും. അതോടൊപ്പം തന്നെ ക്യാമ്പിൽ കഴിയുന്ന ഓരോ വ്യക്തിക്കും 10,000 രൂപയും സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പുനരധിവാസം വളരെ വേഗത്തിലാക്കുന്നതിന്, പ്രത്യേകിച്ച് ഈ സ്കൂളുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വേഗത്തിൽ പുനരധിവാസം കൂടി സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഇന്ന് ഈ മേഖലയിൽ കാര്യമായ ഈ രക്ഷാപ്രവർത്തനമോ തെരച്ചിൽ ഇന്ന് നടക്കുന്നില്ല. ഒന്ന് ഈ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്, മറ്റു ചില കാരണങ്ങൾ കൂടി പരിഗണിച്ചാണ് ഇത്തരത്തിൽ ഈ ഒരു തെരച്ചിൽ ഇന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഇതുവരെ ഇന്നലെയെല്ലാം ചാലിയാറിലെല്ലാം വളരെ വിപുലമായ രീതിയിൽ തന്നെ ജനകീയമായി തന്നെ തെരച്ചിൽ, പ്രദേശവാസികളെ കൂടി കൂടുതൽ ഉൾപ്പെടുത്തിയുള്ള തെരച്ചിലാണ് ഇന്നലെ നടന്നു വന്നിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കൂടി നാളെ വീണ്ടും ഈ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് പ്രധാനമായും ഈ ദുരന്ത മേഖല പ്രധാനമന്ത്രിയെ തന്നെയാണ് ഉറ്റുനോക്കുന്നത്. പ്രിയ. ശരി.